നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹ് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഒരു മനുഷ്യനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അവിടുത്തോട് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള അത്ഭുതങ്ങളും ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് മക്കയിലെ അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് മറുപടി കൊടുത്തത് എന്താണ്? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. നബിയേ പറയൂ, എന്റെ നാഥൻ എത്ര പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലാതെ മറ്റാരാണ്? ഞാനൊരു മനുഷ്യനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചത്. അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ചാൽ മനുഷ്യനാണെന്ന് ഉറപ്പായാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ എന്ന നിലക്ക് അവിടുത്തെ സൃഷ്ടിപ്പും സാധാരണ പോലെ തന്നെ ഈ നിലക്ക് തന്നെയാണ്, ഒരു പ്രകാശത്തിൽ നിന്നുള്ള സൃഷ്ടിപ്പല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അതിസുബദ്ധമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വിശ്വാസം. ഇനി സഹോദരന്മാരെ, ഈ വിശ്വാസം എങ്ങനെ മനുഷ്യരുടെ ഇടയിൽ കടന്നുകൂടി? പ്രമാണങ്ങളിൽ ഇല്ലാതെ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ വേണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം എന്നെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് എന്ന് അവിടുന്ന് പറയണം. അതില്ലാത്ത സ്ഥിതിക്ക് പിൽക്കാലത്തുണ്ടായ എവിടെ നിന്നോ വലിഞ്ഞു കയറിയിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കളങ്കമേശാത്ത വ്യക്തിത്വത്തെ കുറിച്ച് നന്നായി പഠിക്കുകയും അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലും എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം നിലനിർത്തുക. സർവശക്തൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുമാറാകട്ടെ.